നമസ്കാരം. യൂട്യൂബിന്റെ പോളിസിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോളിസി മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം യൂട്യൂബ് ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്, സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടികൾ യൂട്യൂബ് ഈ അടുത്ത സമയങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം യൂട്യൂബിന്റെ പോളിസീസിൽ വന്ന മാറ്റങ്ങളാണ്. ഈ പോളിസീസിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയത്തില്ല, നമ്മുടെ ചാനലിന് പണി കിട്ടും. അപ്പം അതേപോലെ ഒരു 3-4 അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ് ഓൺലൈൻ ഗാംബ്ലിംഗ് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഓൺലൈൻ മണി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുക്കം വീഡിയോകൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് യൂട്യൂബിന്റെ കണ്ണിൽപ്പെടാതെ കിടക്കുന്ന വീഡിയോസ് മാത്രമേ അങ്ങനത്തേത് ഇപ്പൊ യൂട്യൂബിലുള്ളൂ. മുമ്പുണ്ടായിരുന്ന വീഡിയോകളൊക്കെ തന്നെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്യുകയും സ്ട്രൈക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ യൂട്യൂബ് ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൽ ഒരു പോളിസി ഉണ്ട്, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളിൽ സ്ട്രൈക്ക് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ് റിമൂവ് ചെയ്യും എന്നുള്ള ഒരു പോളിസി ഉണ്ട്. അതിന്റെ പുറത്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പോളിസീസ് യൂട്യൂബ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗൂഗിൾ സർട്ടിഫൈഡ് അല്ലാത്ത ആപ്സ് ഉണ്ടല്ലോ, ഇതേപോലെയുള്ള മണി മേക്കിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ഉടായ്പിലൂടെ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ആപ്സ് ഒന്നും തന്നെ ഇനി യൂട്യൂബിൽ വീഡിയോകളാക്കി പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ആപ്സ് മാത്രമല്ല, വെബ്സൈറ്റുകളും ഇനി അങ്ങനെയുള്ളത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് സ്ട്രൈക്ക് ആയിരിക്കും നമുക്ക് തരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ചാനലിൽ നിങ്ങൾ ഇതേപോലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയിട്ട് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തോളുക. കാരണം ഈ പോളിസി യൂട്യൂബ് സ്ട്രിക്റ്റ് ആക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അവർ പിടിക്കുകയും അതിൽ സ്ട്രൈക്ക് തരികയും ചെയ്യും. അപ്പം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മണി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ നിന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. അഥവാ ഇങ്ങനത്തെ വല്ല കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു വാർണിംഗ് സ്ട്രൈക്ക് ആയിരിക്കും കിട്ടുക. വാർണിംഗ് സ്ട്രൈക്ക് മാറണമെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് എടുക്കും. യൂട്യൂബിന്റെ പോളിസി ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 90 ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ സ്ട്രൈക്ക് മാറി കിട്ടും. പക്ഷേ ഈ വാർണിംഗ് സ്ട്രൈക്ക് കിടക്കുന്ന സമയത്ത് ആ സെയിം പോളിസി വയലേറ്റ് ചെയ്തുകൊണ്ട് അടുത്തൊരു സ്ട്രൈക്ക് കൂടെ നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാർണിംഗ് ആയിട്ടായിരിക്കത്തില്ല വരുന്നത്, അതൊരു സ്ട്രൈക്ക് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഴും. അങ്ങനെ 3 സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആവുകയും ചെയ്യും. അതേപോലെ കാസിനോ സ്റ്റൈൽ ഗെയിംസിന്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസിൽ ഏജ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ഏജ് റെസ്ട്രിക്ഷൻ അങ്ങനെയുള്ള വീഡിയോകളിൽ വരും. മൂന്നാമതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് വന്നിരിക്കുന്നത് ഗ്രാഫിക് ഗെയിമിംഗ് കണ്ടന്റിലാണ്. ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്നതും വയലൻസും ടോർച്ചറിങ്ങും ഇങ്ങനെയൊക്കെയുള്ള സീൻസ് ഗെയിമിംഗ് വീഡിയോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗെയിമിംഗ് വീഡിയോകൾ ഏജ് റെസ്ട്രിക്റ്റഡ് ആവും. 4ാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് ഷോർട്സിൽ ഡെയിലി നമുക്ക് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ ഷോർട്ട് വീഡിയോസിലോട്ട് പോകും. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം മൊത്തം ഇരുന്ന് സ്ക്രോൾ ചെയ്താലും നമ്മൾ ഇത് താത്ത് വെക്കത്തില്ല നമ്മുടെ ഫോൺ. അപ്പൊ അതുകൊണ്ട് ഒരു ഡെയിലി ടൈം ലിമിറ്റിന്റെ പരിപാടി യൂട്യൂബ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നമ്മുടെ സമയവും ലാഭിക്കാം, നമ്മുടെ കണ്ണും രക്ഷപ്പെടും, നമ്മുടെ മൈൻഡും രക്ഷപ്പെടും. ഈ ഫുൾ ടൈം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്നിരുന്ന് ഒരുപാടുപെട്ട എല്ലാവരും ഇപ്പൊ ഇതിലാണ്. ഒന്നുകിൽ റീൽസ്, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് റീൽസ്. ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താനും പറ്റത്തില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് ഇവിടെ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഫീച്ചർ കൊണ്ടുവരികയാണ്. അത് എങ്ങനെയായിരിക്കും അത് വർക്ക് ആകാൻ അറിയത്തില്ല. ഒരുപക്ഷെ നമ്മളത് ടൈം ലിമിറ്റ് ഒരു ദിവസം ഇപ്പം നമ്മൾ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ഷോർട്സ് കാണുന്നുള്ളൂ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ 2 മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു പക്ഷേ പോപ്പപ്പ് ആയിട്ടോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ആയിട്ടോ അവിടെ വരും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇതുവരെ റോൾ ഔട്ട് ചെയ്തിട്ടില്ല, അധികം താമസിക്കാതെ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.